ഹലോ ഗായ്സ്, അപ്പോൾ ഒരുത്തേക്ക് കടൽ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ പൊന്നാനി ബീച്ചിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചു. പട്ടാമ്പി കിറ്റ്കാറ്റ് കയറി ഫുഡ് കഴിച്ചു. ഫുഡാണല്ലോ മുഖ്യം, അത് കഴിഞ്ഞിട്ടുള്ള വേറെ എന്തോ. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് വേറെ ഏതൊക്കെ വഴി കൂടെ ചുറ്റിപ്പോണ ബസ്സാണ്. എന്തായാലും കയറിയതല്ലേ ഇറങ്ങേണ്ട വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. പൊന്നാനി എത്തിയപ്പോഴാണ് വേറെ ടിസ്റ്റ് വരുന്നത്. അവിടെ റോഡ് പണിയായിരുന്നു. നമ്മൾ പകുതിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ബീച്ചിലേക്ക് ഓട്ടോ വിളിച്ച് പോകേണ്ടി വന്നു. ഞങ്ങളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെയാണ് അവസ്ഥ. അതെപ്പോഴും പറയാറുണ്ട്. പിന്നെ ഈ ഏരിയ കാണാൻ അടിപൊളിയാട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. പണ്ടത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഒരു 4-4:30 ആയപ്പോഴേക്കും ഞങ്ങൾ ബീച്ചിലെത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് കുറച്ച് പിള്ളേർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം കാണുന്നത്. അപ്പോൾ അവരെ നോക്കി നിൽക്കുമ്പോഴാണ് അവർ വിളിക്കണേ ഇവിടെ, ചേച്ചി ഒരു ഫോട്ടോ എടുത്ത് തരുമോയെന്ന്. അപ്പോൾ കുട്ടി പോയിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ഇവർക്കാണെങ്കിൽ എത്ര ഫോട്ടോ എടുത്താലും മതിയാവുന്നില്ല. ഇവളാകെ പെട്ടു അവസാനം. അതെ, കുറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു അല്ലേ പോണെന്ന്. ശരിക്കും ഞങ്ങള് ഇങ്ങടെ അല്ല പ്ലാൻ ചെയ്തത്, വേറൊരു ബീച്ചിലേക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ എണീക്കേണ്ട ഇത്തിരി നേരം വൈകി. രാവിലെ എണീക്കേണ്ടത് ഉച്ചയ്ക്കാണ് എണീക്കണത്, അതുകൊണ്ട് ഇവിടെ വരാൻ പറ്റി. അതെ, നല്ല ഭംഗിയില്ലേ ഗൈസ്? വിപിതേ, നീ എന്തിനാ കടല് കാണാൻ പറഞ്ഞേ? ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിട്ട്? ഓക്കെ ആയോ? സെറ്റ് ആയോ? നല്ല രസമല്ലേ? സൺസെറ്റ് ആവാൻ പോവാണ്. വിവിധയും സൺസെറ്റും. ഞാൻ ചോദിക്കണോ? കൊള്ളാട്ടോ. നേരം പോയി. ഞങ്ങളിവിടെ നമ്മളൊരു 4:30 എത്തി. സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഫോണിക്ക് നോക്കുമ്പോ 5:30. വിഷമായി, കാരണം ഞങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് സമയം പോയി. ബീച്ചിൽ നമുക്ക് എത്ര നിന്നാലും സമയം മതിയാവില്ല. അതാണ്. 6 മണിയായി, വീട്ടിൽ പോകാൻ സമയമായി. ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളിങ്ങനെയൊക്കെ ബീച്ചൊക്കെ കാണാൻ പോവാ. അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളും ഒക്കെ പോയിക്കോളും. കുറച്ച് നേരം കടലൊക്കെ കണ്ട അല്ല ഒരു റിഫ്രഷ്മെന്റ് കിട്ടൂലേ? സീരിയസ്ലി നല്ല റിഫ്രഷ്മെന്റ് ഒക്കെ കിട്ടും. ഓക്കെ ഗൈസ്, ബൈ.